പ്രിയപ്പെട്ടവർക്കും റിവൈവയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വയനാട്ടിലെ മേപ്പാടിയിലാണ്. കൂടെ പ്രിയ സഖാക്കളായ VPP മുസ്തഫക്കയും പ്രൊഫസർ സലീം ശർമ്മ. ഞങ്ങൾ ചൂരൽ മല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി വയനാട് മേപ്പാടിയിൽ ഒരുങ്ങുന്ന പുനരധിവാസ പദ്ധതി നേരിട്ട് കാണാനായി മേപ്പാടിയിലേക്ക് വന്നതായിരുന്നു. ഉരുൾപൊട്ടൽ അതിജീവിച്ചവർക്കായി സംസ്ഥാന സർക്കാർ കൽപ്പറ്റയ്ക്ക് സമീപമുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വലിയൊരു ടൗൺഷിപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 1 കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടത്തിലെ 178 വീടുകളുടെ താക്കോല് കൈമാറും. അതിജീവനത്തിൻ്റെ കൊടുമുടി, ചേർത്ത് നിർത്തലിൻ്റെ കൊടുമുടി, അതാണ് മേപ്പാടി പുനരധിവാസ പദ്ധതി എന്ന് പറയുന്നത്. കരുത്തനായ ഒരു നേതൃത്വത്തിന് പിന്നിൽ ചാലകശക്തിയായിട്ടുള്ള മഹത് പ്രസ്ഥാനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ, ഒരു നാടിൻ്റെ നന്മയുടെ, സ്നേഹത്തിൻ്റെ വലിയ 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 അർത്ഥങ്ങളുള്ള ഒരു ചരിത്രമാണ് മേപ്പാടി നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. ഏക്കറിൽ നിർമ്മിക്കുന്ന ഈ ടൗൺഷിപ്പിൽ ആകെ 500-ലധികം വീടുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ വീടും ഏകദേശം 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ്. സോളാർ പവർ, മികച്ച റോഡുകൾ, സ്കൂള്, ആശുപത്രി, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയടങ്ങുന്ന ഒരു സമ്പൂർണ്ണ നഗരമായാണ് മേപ്പാടിയിലെ ഈ പുനരധിവാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മേപ്പാടി എന്നത് വയനാട് ജില്ലയിലെ ഒരു പ്രധാന പട്ടണവും ഗ്രാമപഞ്ചായത്തുമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിലായി സ്ഥിതി ചെയ്യുന്ന മേപ്പാടി പ്രകൃതി സൗന്ദര്യത്തിനും കാർഷിക പ്രാധാന്യമായ ഇടമാണ്. വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ വലിയ തോതിൽ ഭീകരമായ ഉരുൾപൊട്ടലുമൊക്കെ സംഭവിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി വീടുകൾ തകരുകയും നിരവധി കുടുംബങ്ങൾ പെരുവഴിയിലാക്കപ്പെടുകയും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു.
സംസ്ഥാന സർക്കാരിൻ്റെ ഈ പദ്ധതിയാണ് 2026 മാർച്ച് മാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ ദുരന്തത്തിനു ശേഷം മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഒരു വലിയ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ടൗൺഷിപ്പുകൾ ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സ്ഥിരവസതികൾ നൽകുകയും അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടി തുടങ്ങിയവ ചേർത്ത് ഒരു സമ്പൂർണ്ണ ജീവിതം പുനരാരംഭിക്കുന്ന വിധം ഒരുക്കുകയും ലോകത്തിൻ്റെ നാനാതുറകളിലുള്ള മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് കൈകോർത്തപ്പോൾ നമുക്ക് ഇത്തരമൊരു ലോകാത്ഭുതം തന്നെ സ്ഥാപിച്ചെടുക്കുവാൻ സാധിച്ചു. ഇതിന് അനുകരണീയമാം വിധം നേതൃത്വം കൊടുത്ത കേരള സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ മഹത്തായ ഈ ഒരു സെറ്റിൽമെൻറ്റ് ക്യാമ്പ്, ഈ പുനരധിവാസ പദ്ധതി സമർപ്പിക്കപ്പെടുന്ന ഓരോ ദുരന്തബാധിതരെയും വീണ്ടും വീണ്ടും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.